ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് കർണാടകയിലെ അരിസിക്കര ജംഗ്ഷൻ്റെ മുന്നിലാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ തലക്കുപ്പയിൽ നിന്ന് മൈസൂർ പോകുന്ന ഇൻ്റർസിറ്റി കയറി അരിസിക്കര വന്നിറങ്ങിയതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. അരിസിക്കരയിൽ നിന്ന് കർണാടകയിലെ മീത്തറ്റത്തായ സിന്തന്നൂർ എന്നൊരു സ്ഥലമുണ്ട് കർണാടകയിൽ. അവിടത്തേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ചെയ്യുന്നതിന് മുമ്പ് ഈ സിന്തന്നൂർ എന്താണ് സംഭവം ഞാൻ പറയാം. സിന്തന്നൂർ ആ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ അത്രക്കും കാണാൻ ഭംഗിയുള്ള റൂട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ റെയിൽ ഫാൻസിന് പറ്റിയ റൂട്ടാണ് ഇപ്പോൾ. കാരണം അവിടെ ഇലക്ട്രിക്കിൻ്റെ ഒരു പണി വരെ സ്റ്റാർട്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി പോൾ ഫ്രീ സെക്ഷനാണ് സിന്തന്നൂർ. അതായത് കർണാടക സിന്തന്നൂർ എത്തുന്നതിന് മുമ്പ് ജിനിജറ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് സിന്തന്നൂരിലേക്കുള്ള 83 കിലോമീറ്റർ ജേണി. പിന്നെ നമുക്ക് വരുന്നത് അൺഇലക്ട്രിഫൈഡ് സെക്ഷൻ, അതായത് ഇലക്ട്രിഫിക്കേഷൻ്റെ ഒരു പോൾ വരെ ഇല്ലാത്തൊരു സെക്ഷനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് തന്നെ നല്ലൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ ആ ഭാഗത്തോട്ടാണ് അരിസിക്കര ടൗൺ ആ ഭാഗത്ത് വരുന്നത്. അതായത് ഒരു വേമ്പോട്ട്, അതായത് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സർക്കിളാണ്. പിന്നെ ആ ഭാഗത്താണ് അരിസിക്കര ടൗണൊക്കെ വരുന്നത്. അതിന് സിന്തന്നൂരിലേക്ക് പോകുന്ന വണ്ടി യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 8:25 സിന്തന്നൂരിലേക്ക് പുറപ്പെടുന്ന ഒരു ഓവർനൈറ്റ് വണ്ടിയാണ് സിന്തന്നൂർ എക്സ്പ്രസ്. വണ്ടി കരാട്ടഗെ വരെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സിന്തന്നൂരിൻ്റെ 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് കരാട്ടഗെ. പണ്ട് കരാട്ടഗെ വരെ മാത്രമേ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായി. ഇപ്പോൾ സിന്തന്നൂരിലേക്ക് റെയിൽവേ തുറന്നിട്ടുണ്ട്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 3, അത് 2. ഇതൊരു കൂതറ സ്റ്റേഷനാണ് കേട്ടോ. ഒരു വൃത്തിയോ മെനു ഇല്ലാത്ത നോക്കിയാൽ എന്ത് കച്ചറാണെന്ന് നോക്കിയാൽ. കൂതറ സ്റ്റേഷൻ എന്താ പറയുക, എന്തോ തുടിച്ചാത്ത സ്റ്റേഷൻ. ഒന്നാമത്തെ കാര്യം നോക്കിയാൽ ഇവിടെ കോച്ച് പൊസിഷൻ്റെ ബോർഡില്ല. എൻ്റെ കോച്ച് S7-2 അങ്ങനെന്തോ 9th വരുന്നത്. S2 9th വരുന്നത്. അപ്പോൾ ആ ഒരു കോച്ച് പൊസിഷൻ നോക്കിയിട്ട് ഇവിടത്തേക്ക് വന്നപ്പോൾ ഇവിടെ കോച്ച് പൊസിഷൻ്റെ ബോർഡ് പോലും കാണുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാച്ചെങ്കിൽ ഇനിയിപ്പോൾ അടുത്തവിടെ വേറെ വണ്ടി വരാനുണ്ടാവല്ലോ, ആ വണ്ടിയുടെ കോച്ചുകൾ എണ്ണി 9th കോച്ച് അവിടെ വരുന്ന അവിടെ പോയി നിൽക്കുക, വേറെ വഴിയില്ല. ഇനി ഇവിടത്തേക്ക് മൈസൂർ അരിസിക്കര പാസഞ്ചർ, പിന്നെ അതുപോലെ തന്നെ KSR ബാംഗ്ലൂർ അരിസിക്കര പാസഞ്ചർ, ഈ 2 വണ്ടികൾ ഇവിടെ വരാനുണ്ട്. അതിൻ്റെ പുറകിലാണ് നമ്മളെ വണ്ടിയുള്ളത്, യശ്വന്ത്പൂർ സിന്തന്നൂർ എക്സ്പ്രസ്. ഞാൻ പറഞ്ഞില്ല കൂതറേ, വീണ്ടും അത് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇവിടെ ഷെൽട്ടർ ഇല്ല, മഴ ഇതും കാകപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഒക്കെയാണ്, സെക്കൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ കഥ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇരിക്കേണ്ട സ്ഥലമൊന്നുമില്ല. ഇത് ആൾക്കാരൊക്കെ ഈ ഒരു കമ്പീൻ്റെ മീത്തൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ആകെ ഒരു ഷെൽട്ടറുള്ള ഭാഗം എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെയാണെങ്കിൽ ഒരു 2-3 ബെഞ്ചുണ്ട്. അതൊക്കെയാണെങ്കിൽ മൊത്തത്തിൽ ഫുൾ ആൾക്കാരായിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക. നമ്മളെ വണ്ടി വരുന്നുണ്ട്. 10:43 ഇപ്പോൾ സമയം. 2 മിനിറ്റ് ബിഫോറാണ്. ഒരു WDP-40 ആണ്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡായിരിക്കും. നമുക്ക് രാവിലെ പോയിട്ട് നോക്കാം ലോക്കോമോട്ടീവൊക്കെ. ഇതിന് കൂടുതലുള്ളത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ഇത് വളരെയധികം ചെറിയൊരു വണ്ടിയാണ്. ആകെ 12 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. 6 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, 4 സ്ലീപ്പർ, ഒരൊറ്റ തേർഡ് AC. ഈ കോച്ച് ഇതിൽ കയറിയവർ 3 തന്നെയാണ്. ഈ ഒരു പുറത്ത് തന്നെയാണ് 3. ആസ് യൂഷ്വൽ ഈ കാണുന്ന ഈ ഒരു അപ്പർ പുറത്ത് 3. ഇവിടെ ലൈറ്റിൻ്റെ ഇവിടെ തന്നെ കിട്ടി. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഒരു വർക്കത്തില്ല കേട്ടോ. വെറും ദാരിദ്ര്യമാണ് ഇപ്പം വെറും ദുരന്തമാണ് ഇപ്പം ഞാൻ തല്ലിക്കുപ്പത്ത് പോകാൻ നേരത്തും എനിക്കിതേപോലെ ലൈറ്റിൻ്റെ അടുത്ത് തന്നെ, ഡോറിൻ്റെ അടുത്ത് തന്നെ പുറത്ത് കിട്ടി. ഇപ്പോൾ ഇതേപോലെ ഞാൻ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ഏകദേശം 75-75 മീറ്റ് അവൈലബിൾ ഉണ്ടായി. അപ്പുറം 10 പ്രിഫറൻസ് കൊടുത്ത് എടുത്തിട്ട് കിട്ടിയ കോച്ചാണെങ്കിൽ നോക്കിയ കോച്ചല്ല, കിട്ടിയ പുറത്താണെങ്കിൽ നോക്കിയ കോച്ചിൻ്റെ വർഷം നോക്കിയിട്ട് തരാം. ഏതാണ് വർഷം നോക്കിയിട്ട് തരാം.
വർഷം ഇവിടെ S2 2008 ബിൽഡ് ഒരു കോച്ചാണ്. കുഴപ്പമില്ല, കോച്ചിൻ്റെ അകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിന് ഒരുപാട് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നാളെ രാവിലെ എത്തിയിട്ട് പറയാം. ഇപ്പോൾ ഫുള്ളും ഇരുട്ടായിട്ടാണുള്ളത്. നമുക്ക് രാവിലെ വട്ടം വന്നിട്ടാകുമ്പോൾ മൊത്തം കാണാം. ഹംപിക്ക് പോകാൻ ഇവിടുന്ന് 2 വണ്ടികളുണ്ട് കാര്യമായിട്ട്. ഒന്ന് ഈ ഒരു സിന്തന്നൂർ എക്സ്പ്രസ്സും പിന്നെ ഒന്ന് ഹംപി എക്സ്പ്രസ്സും ഉണ്ട്. മൈസൂരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന ഹംപി എക്സ്പ്രസ്സും സിന്തന്നൂർ എക്സ്പ്രസ്സും. ഈ രണ്ടിനും പോയി കഴിഞ്ഞാൽ നമുക്ക് ഹംപിക്ക് പോകാം. ഹംപിക്ക് പോകണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ഹൊസപ്പേട്ടയാണ്. അതൊക്കെ നാളെ രാവിലെ അവിടെ എത്തുമ്പോൾ ഒക്കെ പറയാം. ട്രെയിൻ അരിസിക്കരന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടാ 10:56 സമയം. ഇപ്പോഴാണ് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ മലബാറൊക്കെ വഴിയാണ്. ഒരു പാസഞ്ചർ പോലെയൊക്കെയാണ്. കാരണം എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. രാത്രിക്ക് പിന്നെ കുറേ സ്റ്റോപ്പുണ്ട്. രാവിലെ തൊട്ട് മോശമല്ല, സ്റ്റോപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. EMDയുടെ ആക്സിലറേഷൻ നോക്കിയാൽ എന്താ രസം. എടുത്തപ്പോൾ സ്പീഡ് നോക്കിയാൽ. അപ്പോൾ അരിസിക്കരയിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. നാളെ കാണാം, ബൈ. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 7:38. ട്രെയിൻ ഇതാ ഹൊസപ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൊസപ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 കാണുന്നത്. നമ്മൾ വണ്ടി വന്നിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്പർ 1 അകത്താണ്. പ്ലാറ്റ്ഫോം നമ്പർ 1. സമയം ഇപ്പം 7:44 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹംപി. ഈ ഹംപിയിലേക്ക് ട്രെയിൻ വഴി പോകണമെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഈ പറയുന്ന ഹൊസപ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഹംപിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടത്തേക്ക് വരാൻ ആകെ 2 വണ്ടികൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കേരളത്തിൽ നിന്ന് ഒരു വണ്ടിയും ഡയറക്റ്റ് ഇല്ല. 2 വണ്ടികളാണ് ഇവിടത്തേക്കുള്ളത്. ഒന്ന് മൈസൂരിൽ നിന്ന് ഇവിടത്തോട്ട് വരുന്ന ഒരു ഹംപി എക്സ്പ്രസ് ഉണ്ട്. ഹൊസപ്പേട്ട് ജംഗ്ഷൻ വഴി വരുന്ന ഹംപി എക്സ്പ്രസ്. ആ ഒരു വണ്ടി കയറി ഹംപിക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന യശ്വന്ത്പൂർ സിന്തന്നൂർ എക്സ്പ്രസ് കയറി ഞങ്ങൾക്ക് ഹംപിക്ക് വരാം. ഈ 2 വണ്ടികൾ ഹൊസപ്പേട്ടിലേക്കാണ്. അപ്പം ഇത് സിന്തന്നൂർ പോകുമ്പോൾ ഹൊസപ്പേട്ട് വഴിയാൻ പോകുന്ന ഹൊസപ്പേട്ട് സ്റ്റോപ്പും ഉണ്ട്, മറ്റേ ഹൊസപ്പേട്ട് വരെ. അപ്പോൾ ഈ 2 വണ്ടികൾക്ക് നിങ്ങൾക്ക് ഹംപി കയറാൻ സാധിക്കും. ചെറിയൊരു തിരുത്തുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഹംപി എക്സ്പ്രസ് ഹൊസപ്പേട്ട് വരെ അല്ല കേട്ടോ, അത് ഹുബ്ബളി വരെ ഉണ്ട്. മൈസൂർ ഹുബ്ബളി എക്സ്പ്രസ്, ഹംപി എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. മൈസൂരിന് ഹുബ്ബളിയിലേക്കാണ് ട്രെയിൻ. ഹൊസപ്പേട്ട് ജംഗ്ഷനിൽ ഡിപ്പാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മൊത്തം ഇപ്പോൾ കാലിയായിട്ടാണ് കേട്ടോ. മൊത്തത്തിൽ ഇവിടെ ഒന്നും ഇപ്പോൾ ആരുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വൃത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. ചെറിയ രീതിക്കുള്ള വൃത്തിയൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ആൾക്കാരൊക്കെ പോയതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഹൊസപ്പേട്ട് നിന്ന് ഞാൻ ഇഡ്ഡലി വടയും ചായയും വാങ്ങിച്ച്. ഇതിന് ടോട്ടൽ 60 രൂപയായി. 50 രൂപ ഇഡ്ഡലി വടയ്ക്കും പിന്നെ ചായക്ക് 10 രൂപ. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഇഡ്ഡലി വട ഓപ്പൺ ആക്കുമ്പോൾ ചട്നിയും 3 ഇഡ്ഡലിയും 1 വടയാണുള്ളത്. സാമ്പാറില്ലല്ലോ. എനിക്ക് സാമ്പാർ മെയിനായിട്ട് വേണം. പിന്നെ ചായ ഈ ഒരു ചെറിയ കപ്പ കണ്ട ചായ പോകുന്നില്ല. വട എങ്ങനെ നോക്കാം. ഇഡ്ഡലി വടയിലെ ചട്നി ഒരു കാക്കാശ്മൂല, ഒരു മാട്ട വെള്ളം ചട്നിയാണ്. സാമ്പാറാണെങ്കിൽ കിട്ടിയിട്ടില്ല. ഇഡ്ഡലി കുഴപ്പമില്ല കേട്ടോ. പിന്നെ വട അയച്ചോ. നല്ല കുഴപ്പമൊന്നുമില്ല ഫുഡ്. ട്രെയിൻ ജിനിജര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിനിജരയെന്നോ ജിനിഗിരയെന്നോ എന്നറിയില്ല. ഇവിടുന്ന് ട്രെയിനിൽ ലോക്കോ റിവേഴ്സൽ ഉണ്ട് കേട്ടോ. രണ്ട് 3 സ്കൂൾ പയ്യന്മാർ. നമുക്ക് ഇവിടുന്ന് നമ്മളെ ലോക്കോമോട്ടീവ് പോയിട്ട് കാണാം കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ, ബാഗൊക്കെ എടുത്തിട്ട് തന്നെ ഇറങ്ങാം. നമുക്ക് മുന്നിൽ എവിടെയെങ്കിലും സീറ്റിനൊക്കെ അവിടെ പോയിരിക്കാം. ഇപ്പുറത്ത് കൊണ്ടിട്ടോ പ്ലാറ്റ്ഫോം. കോയമ്പത്തൂർ പോലെയായത്. 2 സൈഡും പ്ലാറ്റ്ഫോം ഉണ്ട്.
ഞാനപ്പോൾ മുന്നിലത്തെ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ തന്നെ നമുക്കിരിക്കാം. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കയറിയിരിക്കാം. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇത് AC-യിലും സ്ലീപ്പറിലും എല്ലാത്തിലും എല്ലാവരും ഏകദേശം ഇറങ്ങി. നമ്മുടെ ലോക്കോ ഇവിടെ വന്ന് വരും. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ നെയിം ബോർഡ് ഇവിടെയൊക്കെ മൊത്തം കന്നഡയാണല്ലോ. ഇംഗ്ലീഷ് നെയിം ബോർഡ് കിട്ടിയിട്ട് അത് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. ലോക്കോ കാണുന്നില്ലല്ലോ. ഇവിടുന്ന് 8:30 തന്നെ ഡിപ്പാർട്ട് ചെയ്യേണ്ട വണ്ടിയാണ്. ഇത് കൂടുതൽ ടൈം എന്തായാലും എടുക്കും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ ഭാഗം. ഇനി ഇത് ഫസ്റ്റത്തെ ഭാഗമാവും. വണ്ടിയുടെ ഒരു ഇംഗ്ലീഷ് നെയിം ബോർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് യശ്വന്ത്പൂർ നേരെ സിന്ധന്നൂർ പോകും. പിന്നെ സിന്ധന്നൂരിൽ നിന്ന് തിരിച്ച് യശ്വന്ത്പൂരിലേക്ക് തന്നെ പോകും. പിന്നെ യശ്വന്ത്പൂരിൽ നിന്ന് വിജയപുര സ്പെഷ്യലായിട്ടും യശ്വന്ത്പൂരിൽ നിന്ന് ഹിന്ദുപ്പൂർ പാസഞ്ചറായിട്ടും ഈ വണ്ടി പോകും. ഞാൻ ഹൊസപ്പേട്ടയിൽ നിന്ന് ഹംപിയിലേക്ക് പോകേണ്ട കാര്യം പറഞ്ഞായിരുന്നു. ആ 2 വണ്ടികൾ മാത്രമല്ല, ആ 2 വണ്ടികളുടെ സമയം കൃത്യസമയമാണ്. രാവിലെ ഒരു കൃത്യമായ ഒരു സമയത്ത് തന്നെ അവിടെ എത്തും. ഹംപി എക്സ്പ്രസ് 7 മണിക്കും ഈ വണ്ടി 7:45 അവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഈ 2 വണ്ടികൾ എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്ക് വിജയപുര മംഗളൂർ സ്പെഷ്യൽ ഉണ്ടല്ലോ, മംഗലാപുരത്തിന് വിജയപുരയിലേക്ക് ഒരു സ്പെഷ്യൽ, ആ വണ്ടിക്ക് നിങ്ങൾക്ക് ഹംപിയിൽ വരാം. കാസർഗോഡുള്ളവർക്കാണെങ്കിൽ കാസർഗോഡ് നിന്ന് മംഗളൂരിലേക്ക് പോയി മംഗളൂരിൽ നിന്ന് വിജയപുര സ്പെഷ്യൽ പിടിച്ച് ഹംപിയിലേക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഗരീബ് നവാസ് എക്സ്പ്രസ് ഉണ്ട്. പിന്നെ കർണാടക സമ്പർക്രാന്തി ഉണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് ഹംപി ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഭഗത്തി കൊട്ടിയിലേക്ക് പോകുന്ന ഒരു വീക്ക്ലി ഉണ്ട്. പിന്നെ ഈ ഹംപിയിലേക്ക് ഒരു പാസഞ്ചർ തന്നെ ഉണ്ട് KSR ബാംഗ്ലൂരിൽ. പക്ഷെ അതിൻ്റെ ടൈമിങ് കുറച്ചൊരു വള്ളിയാണ്. അതുകൊണ്ടാണ് ആ ട്രെയിൻ ഞാൻ പറയാതിരുന്നത്. ഏറ്റവും ബെസ്റ്റ് 2 വണ്ടികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഈ സിന്ധന്നൂർ വണ്ടിയും പിന്നെ ഒന്ന് മൈസൂർ കുപ്പടി ഹംപി എക്സ്പ്രസ്. നമ്മളെ വണ്ടിയുടെ ലോക്കോമോട്ടീവ് വന്നിട്ടാ കൃഷ്ണരാജം ലോക്കോസ്റ്റേറ്റിൻ്റെ WDP 4D 404-38 ലോക്കോ നമ്പർ. ട്രെയിൻ ഇവിടുന്ന് എടുത്തുട്ടാ, ഡിപ്പാർട്ട് ചെയ്തു. ജിനിജര ജംഗ്ഷൻ. ഇവിടെ താഴെ കാണുന്ന ലൈന് നമ്മൾ വന്ന ലൈനാണ് കേട്ടോ. നമ്മൾ മോളെ കൂടി പോയി സിന്ധന്നൂർ ഭാഗത്തേക്ക് പോയി. അതിനൊരു 85 കിലോമീറ്റർ ടോൾ ഫ്രീ സെക്ഷനാണ് സിന്ധന്നൂർ വരെ. ട്രെയിൻ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ലൂപ്പ് സ്പീഡൊക്കെ ഇപ്പോഴും 15ആണ്. അപ്പുറത്തുള്ള ആഴ്ച മൊത്തം ഒരു പോള് വരില്ലാത്ത റൂട്ട്. ഇത് കാണാൻ ഇത് ഭംഗിയല്ലേ. സിഗ്നലൊക്കെ നിൽക്കുന്ന പോളില്ലാത്തടുത്ത് എന്ത് രസമാണല്ലേ. ഇതുകൊണ്ട് മാത്രമാണ് ഈ റൂട്ടിലേക്ക് ഇപ്പോൾ വന്നത്. ഇത് ഇലക്ട്രിഫൈഡ് ആകുമ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ജനലിൻ്റെ ഭാഗത്തുനിന്ന് സ്ലീപ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കാനുണ്ടാ. ഇവിടെ ഒരു എമർജൻസി വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു എമർജൻസി വിൻഡോ. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും മാറി വീടെടുക്കാം. ഈ സൈഡത്തെ ദിശകളൊക്കെ ഈ സൈഡിലും ആ സൈഡത്തെ ദിശകളൊക്കെ ആ സൈഡിൽ നിന്ന് കൊടുക്കാം. ഞാൻ ജനലിൽ ഇങ്ങോട്ട് വരാനുള്ള കാരണം ജനലിൽ ഫുള്ള് കച്ചറിയാണ്. ഫുള്ള് അലമ്പും ബഹളവും
അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് സ്ലീപ്പറിലേക്കാണ്. സ്ലീപ്പറിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ S4 2 സൈഡും എമർജൻസി വിൻഡോ വേക്കൻ്റുള്ള ആ ഒരു ഭാഗത്ത് തന്നെ വന്നിരിക്കുകയാണ്. ട്രെയിൻ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ പേര് ജഗൽപട്ടു. ഇവിടെയൊക്കെ മൊത്തം വിജനമായി കിടക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു ഒറ്റപ്പെട്ട പ്രദേശം, ശരിക്കും പക്കാ ഉൾഗ്രാമം. ഇവിടെ ഒന്നുമില്ല, ഭക്ഷണമോ ഫുഡോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഭക്ഷണമോ വെള്ളമൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. സിന്തന്നൂർ സ്റ്റേഷൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. എന്തായാലും ഈ ഒരു സ്റ്റേഷൻ പോലെ തന്നെ ആയിരിക്കും. സിന്തന്നൂറൊക്കെ ചെറിയൊരു സ്റ്റേഷനാണ്. ഈ ഒരു ലൈന് പണിതവർ തുടങ്ങുന്നത്ര. ജബൽ ഗുഡ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഞാൻ നേരത്തെ ജബൽ ഗഡു എന്നാണ് പറഞ്ഞത്. ഇത് വലിയൊരു പാറക്കഷ്ണം. അയ്യോ, സ്റ്റേഷനിൽ തന്നെ ഒരു പാറക്കഷ്ണമൊക്കെ ഉണ്ടല്ലോ. അങ്ങ് അവിടെ മുന്നിലായിട്ട് മലനിരകളാണ് കേട്ടോ. ആണ് സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം. ഇവിടെ ഒന്നും ഒരു കട പോലും ഇല്ല കേട്ടോ. അടിപൊളി. നമ്മൾ സിന്തന്നൂരിൽ പെട്ട്. ശരിക്കും ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഈ 2-3 ട്രാക്കുള്ള ഭാഗത്തോട്ട് വരുമ്പോഴാണ് ഈ പോൾ ഫ്രീൻ്റെ ഒരു ഭംഗി പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. സിംഗിൾ ട്രാക്ക് ആകുമ്പോൾ അത്രയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവരൊരു പട്ടിയൊക്കെ കിടക്കുന്നത് ആ ഒരു ട്രാക്കിൽ. പക്കാ ഗ്രാമം കേട്ടോ. ഈ ഒരു പ്രദേശം കാണുമ്പോൾ പക്കാ ഗ്രാമം. ഫോണിൽ കാണുന്ന പോലെയല്ല, ഇവിടെ വന്ന് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ റോട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്ത് നോക്ക്. പക്കാ ഗ്രാമം. ഇവിടുത്തെ അങ്ങനെ വണ്ടിയും വരുന്നില്ല കേട്ടോ. ആകെ ഒരു 4-5 വണ്ടിയെ ഡെയിലി ഇല്ല. 4 ഇല്ലാന്ന് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. പക്കാ ഗ്രാമം. ഒന്നുമില്ല ഇവിടെ, ഒരു വസ്തുവില്ല. ഒരു സ്റ്റേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമും പിന്നെ ഒരു 3 റെയിലും. അവിടെയൊക്കെ മലനിരകളാണ്. പിന്നെ ഈ മലയൊക്കെ ആണ്ട് ഇങ്ങനെ പോവാം. ഇവിടെ കുറേ കുപ്പി വെള്ളം ഉണ്ടല്ലോ. ഇതൊക്കെ പാൻട്രി ഓൺ ബോർഡ് കാറ്ററിംഗ് കാരനായിരിക്കും. മേ ബി സിന്തന്നൂരിൽ ഇറക്കാനുള്ളതായിരിക്കും. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. ഇല്ല, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് ഇങ്ങനെ മാറി മാറി ഇരുന്നുകൊണ്ട് പോവാം. ട്രെയിൻ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മരം, അതിൻ്റെ അടിയിൽ ഇരിക്കേണ്ട സ്ഥലമുണ്ട്. ഈ നാട്ടിലൊക്കെ എങ്ങനെ ട്രെയിൻ വന്നു എന്ന് ഒരു ഐഡിയ ഇല്ല അല്ലേ. ഇവിടെയൊക്കെ ട്രെയിൻ വരാമെന്നുണ്ടെങ്കിൽ നമ്മളെ ശബരി റെയിൽപാതയൊക്കെ വരേണ്ടതാണ്. ചിക്കബനാക്കാൽ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു വന്നത് ഇത്രയും ഗ്രാമപ്രദേശത്തേക്ക് ട്രെയിൻ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മളെ ശബരി റെയിൽപാതയൊക്കെ നടക്കുന്നില്ല? നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽപാതയെങ്കിലും അവർ കൊണ്ടുവരണം, യാഥാർത്ഥ്യമാക്കണം. ഈ ഒരു സ്റ്റേഷൻ്റെ കാഴ്ച നോക്കിയേ, ആരും തന്നെ കയറാനില്ല, ഇവിടെ ഇറങ്ങാനും ഇല്ല. അങ്ങ് അവിടെ മുന്നിൽ 2-3 ആൾക്കാർ ഇറങ്ങിപ്പോയി, പിന്നെ ആരുമില്ല ഇവിടെ. ആ ഭാഗത്തോട്ടൊക്കെ നോക്കിയ അങ്ങ് അവിടെ എന്തോ ഒരു
കോവില എന്താ സംഭവം, എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ ആ ഭാഗത്ത് മലയാണ്, ഈ ഭാഗത്ത് ഫുള്ള് മലനിരകൾ തന്നെയാണ്. ഈ ഒരു സ്ഥലം കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്. ഒരു പോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സ്റ്റേഷൻ കാണാൻ കുറച്ചെങ്കിലും ഒരു മെനയുണ്ട്. പോള് വന്നാൽ ഈ ഒരു സ്റ്റേഷൻ, ഈ റൂട്ടൊക്കെ അതിവിജനമായ റൂട്ടായി മാറും. വണ്ടി എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. ഈ റൂട്ടിൽ പോളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയെങ്കിലും എന്തെങ്കിലും തോന്നിക്കും. പക്ഷെ പോള് വരാണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലത്. എന്താ രസമല്ല ഇങ്ങനെ കാണാൻ. കർണാടകയിൽ എനിക്കൊന്ന് ഈ റൂട്ട് മാത്രമേ ഇപ്പോൾ പോളില്ലാത്തൊരു റൂട്ടില്ലെന്ന് തോന്നുന്നു. കർണാടകയില്ല, ഓൾ സൗത്ത് ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഈ റൂട്ട് മാത്രമേ ഇല്ലൂ എന്ന് തോന്നുന്നു. വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് വീഡിയോ ചിത്രീകരിക്കാം. ഇതാണ്ട വലിയൊരു മല ഇവിടെ. ഇത് മൊത്തം പാറക്കെട്ടുകളാണ്. ഇതൊക്കെ മൊത്തം പാറകളാണ്, പാറ. ഇവിടെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും ഈ റൂട്ടിലൊക്കെ എങ്ങനെ ട്രെയിൻ വന്നു? എന്താണ്ട് അവിടെ ഒരു വെള്ളക്കെട്ട്, അവിടെ. ഇത് ഡിഗ് ചെയ്തെടുത്തേന്ന് തോന്നുന്നു കണ്ടിട്ട്. JCB വെച്ചിട്ട് കുഴിച്ചെടുത്തേന്ന് വെള്ളം. ഇതാ മൊത്തം പാറയാണ്, ഇതേപോലത്തെ പാറകള്. ട്രെയിൻ ഗംഗാവതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റൂട്ടിലെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഗംഗാവതി. ഇവിടെ അങ്ങ് കയറാൻ ആരുമില്ല കേട്ടാ. ഈ ഒരു റൂട്ടിൻ്റെ അല്ല, ഈ ഒരു സ്റ്റേഷൻ്റെ ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അവിടെ ഏതോ ഒരു വണ്ടിയുടെ റേക്ക് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. ഗംഗാവതി ഇത് കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെല്ലാം മിക്സ്ഡ് റേക്കാണ് കേട്ടോ. ഇവിടെ നോർമൽ പാസഞ്ചറിൻ്റെയും അപ്പുറത്തെ NMG ഒക്കെയാണുള്ളത്. ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട വെള്ളത്തിൻ്റെ കെട്ടൊക്കെ ഇവിടെ ഇറക്കി വെക്കുകയാണ് അവർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ പേര് ഇറങ്ങാനുണ്ട്, കുറച്ചധികം പേര് ഇവിടെ നിന്ന് കയറി, കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് കയറുകയും ചെയ്തു, കുറച്ച് ഫ്രണ്ടിൽ നിന്ന്. ഇവിടെ കുറേ പേര് ഇറങ്ങി. ട്രെയിനിൽ ഓൾമോസ്റ്റ് ആൾക്കാരും ഇവിടെ ഇറങ്ങി തന്നെ വേണമെങ്കിൽ പറയാം. ആകെ ഇത്ര ആളെ ഈ ട്രെയിനിലില്ല, അത് വേറൊരു കാര്യം. ഗ്രാമനഗർ ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ ശ്രീ
രാമനഗർ ഗ്രാമ ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നത്. ഇവിടെ നിന്ന് ലൂപ്പ് ട്രാക്ക് ഒന്നുമില്ല, ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഇതാ ഒറ്റ പ്ലാറ്റ്ഫോം. ഇവിടുന്ന് വണ്ടി കൊണ്ട് ഇപ്പാട്ട് ചെയ്തോട്ടാ. ട്രെയിൻ അങ്ങനെ സിദ്ധാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. സിദ്ധാപൂർ ഗ്രാമ ഈ സ്റ്റേഷൻ്റെ പേര് വെരി സ്മൈ ട്രെയിനിലുള്ള. ഇതും അത്യാവശ്യത്തിന് വലിയൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. രണ്ടാമതൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫുട് ഓവർ പിടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ മേ ബി കുറേ ആൾക്കാർ ഇറങ്ങി പോവായിരിക്കും. സമയം ഇപ്പോൾ 10:15. സ്റ്റേഷന് മുന്നിലേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. വേറെ ഒന്നും പറയാനില്ല ഇവിടെ. സ്റ്റേഷന് അതോ ഇത് വേറൊരു സംഭവം ഇല്ല ഇവിടെ പറയാനായിട്ട്. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു റൂട്ട് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ തിരുവാവൂന്ന് തിരുത്തിരായിപ്പൂണ്ടി വഴി കാരക്കുടിയിലേക്കൊരു സ്ഥലമുണ്ട്. ഞാൻ അന്ന് വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് യാത്ര ചെയ്ത സമയത്ത് അത് പറയുണ്ടായി. കാരണം ആ ഒരു റൂട്ടിൽ സെയിം അവസ്ഥയാണ്. കാരണം ഫുഡില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അന്ന് ഞാൻ പെട്ട അവസ്ഥയായിരുന്നു. ഞാൻ അന്ന് ആ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു, എൻ്റെ വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ട്രെയിൻ കരാട്ടകി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരാട്ടകി നമ്മൾ ഇതുവരെ വന്നതിലൊന്നുമില്ല. ഇതാ കരാട്ടകി റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു വണ്ടി ആദ്യം ഇവിടെ വരെയായിരുന്നു സർവീസ് ഉണ്ടായത്. പിന്നീട് സിന്തന്നൂരിലേക്കുള്ള ലൈന് പണിത് കഴിഞ്ഞപ്പോൾ സിന്തന്നൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്. പിന്നെ അടുത്ത 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സിന്തന്നൂർ എത്തും. അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പ് സിന്തന്നൂർ. കരാട്ടകയുടെ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു FOB തന്നെ ഉണ്ട്. ഇത് എന്ത് നീളാൻ നോക്കി ഇവിടത്തേക്ക് കയറി വരാൻ. ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് വെച്ചാൽ പോരെ. ഇതിനാണ് ഇത്ര പറഞ്ഞു കുടിക്കേണ്ട കാര്യം. കരാട്ടകി സ്റ്റേഷൻ. ഇവിടെ ഒന്നും ഒറ്റ പട്ടിക്കുഞ്ഞു വരില്ല കേട്ടോ. സാധാരണ സ്റ്റേഷനിൽ നായ്ക്കുഞ്ഞിനെങ്കിലും കാണാറുണ്ട്. ഇവിടെ പട്ടിക്കുഞ്ഞു വരില്ല, അവർ വരില്ല. ഭാഗത്തുനിന്ന് അടുത്തായിട്ട് വരുന്ന മെയിൻ സിറ്റി ഹുബളിയാണ്. ഹുബളിയും ഗഡക് ജംഗ്ഷൻ ആ ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റൂട്ടിൽ അങ്ങനെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഈ റൂട്ടിൽ ആ റോഡിൽ വണ്ടികൾ ഏതൊക്കെയാണെന്ന് പറയാം. 2 ഹുബളി പാസഞ്ചർ, സിന്തന്നൂർ ഹുബളി പാസഞ്ചർ, ഹുബളി സിന്തന്നൂർ പാസഞ്ചർ. പിന്നെ അത് അങ്ങനെ 2 സർവീസുകളുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ഈ ഒരു വണ്ടി സിന്തന്നൂർ യശ്വന്തൂർ എക്സ്പ്രസ്. സിന്തന്നൂരിലേക്ക് വരുന്നതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വണ്ടിയും ഈ വണ്ടി തന്നെയാണ്. ഇവിടത്തേക്ക് വരുന്ന ഒരേ ഒരു ഓവർനൈറ്റ് വണ്ടി ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു റൂട്ട് കണ്ടോ, പോളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കാണുന്നത്. ഞാൻ ജനിച്ച് വളർന്നപ്പോൾ നമ്മളെ ഭാഗമൊക്കെ ഇങ്ങനെയാണ്ട്. ഷൊർണൂർ മംഗലാപുരം സെക്ഷനൊക്കെ ഇതേപോലെയാണ്, പോൾ ഫ്രീ റൂട്ടാണ്ട്. എന്ത് രസമായിരുന്നു അറിയാം ആ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ. അങ്ങനെ ഫൈനലി നമ്മൾ സിന്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിലേക്കാണല്ലോ ട്രെയിൻ പോയിട്ടുള്ളത്. പ്ലാറ്റ്ഫോമൊക്കെ റൈറ്റ് സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. സാധാരണ എല്ലായിടത്തും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നത്. ഇവിടെ എത്തുമ്പോൾ റൈറ്റ് സൈഡിലോട്ടേക്ക് ട്രെയിൻ പോയി. സിന്തന്നൂർ, ഇതാണ് സിന്തന്നൂർ. ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത സിന്തന്നൂർ ഇങ്ങനെയല്ല. ഞാൻ വെരി സ്മൈ ട്രെയിനൊക്കെ നോക്കി ഈ ഒരു ട്രെയിനൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സിന്തന്നൂറൊക്കെ നല്ല അടിപൊളി സ്റ്റേഷനൊക്കെ ആയിരിക്കണം വിചാരിച്ച. പക്ഷെ ഇത് എന്തോ ഒരു ഞാൻ കൂടുതൽ വിശേഷങ്ങൾ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നിട്ട് പറയാം. എൻ്റെ മോനെ, ഇതെന്ത് സ്റ്റേഷൻ! സബ്വേ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരൊറ്റ റൂഫും കാര്യങ്ങളില്ല ഇവിടെ ഒന്നും.
ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് അതങ്ങ് അവിടത്തേക്ക് പോയി. ഞാൻ ഇവിടത്തേക്ക് പിക്ക് എടുക്കാൻ വന്നതാണ്. അപ്പോഴൊക്കെ തന്നെ ഈ ഒരു സാധനം ഇവിടെ നിർത്തോണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ. അവിടെ ട്രെയിനിൻ്റെ ഇവിടെ ഇതന്നെ വൈകിട്ട് 5 മണിക്കാണ് യശ്വന്തൂരിലേക്ക് പോവാം. ഇതെനിക്കൊന്ന് ഹുബളിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുമായിരിക്കും. സിംഗന്നൂർ സ്റ്റേഷൻ അവിടെ ഡെഡ് എൻഡ് ആണല്ലോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുതിയ റൂട്ടൊക്കെ പണിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പണിയുന്നുണ്ടാവായിരിക്കാം മേ ബി. ഇവിടെ ഇപ്പോൾ ഡെഡ് എൻഡ് ആക്കി ഇട്ടിരിക്കുകയായിരിക്കും. നല്ല കാറ്റുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത് എന്തെങ്കിലും തിരിയുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. സിംഗന്നൂർ ആ ഒരു നെയിം ബോർഡ് കാണാൻ വേണ്ടി ഇവിടത്തേക്ക് വന്നതാണ്. നല്ലൊരു പിക്ക് എടുക്കാനായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോഴേക്ക് ലോക്ക അവർ പെട്ടെന്ന് ഊരിക്കൊണ്ടുപോയി. സിംഗന്നൂർ ആ ഒരു നെയിം ബോർഡ് കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയാൽ പോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കിൽ നല്ല ഫ്രെയിമല്ലേ. സിംഗന്നൂർ ഇപ്പുറത്തുള്ള നെയിം ബോർഡ് ഇതാ. ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണ്. നമ്മുടെ ലോക്കോമോട്ടീവ് അങ്ങ് മുന്നിൽ പോയിട്ടാ. ഇതിനന്ന് ഈ വണ്ടിക്ക് പോയിട്ട് കപ്പിൾ ചെയ്യും. നമുക്ക് കപ്പിൾ ചെയ്യുന്ന സമയത്ത് പോയി പിക്ക് എടുക്കാം. കപ്പിൾ ചെയ്ത ശേഷം ഇതിവിടെ തന്നെ ഉണ്ടാവുമായിരിക്കും മിക്കവാറും. ഇതിവിടുന്ന് എടുത്തുകൊണ്ട് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ. എടുത്തുകൊണ്ട് പോയാൽ പെട്ട്. എന്തായാലും പുറത്തോട്ടൊക്കെ പോയിട്ട് ആദ്യം വരാം. കാരണം നല്ല ടയർഡാണ്. എങ്കിലും ഈ റൂട്ടിൽ പറയാത്തക്കതായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ റൂട്ട് അൺഇലക്ട്രിഫൈഡ് പോൾ ഫ്രീ സെക്ഷൻ ആകുമ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നത്. ഒരു റെയിൽ ഫാൻ എന്ന രീതിയിൽ എനിക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നു. എനിക്കൊന്നല്ല ആർക്കായാലും ഇങ്ങോട്ട് വരാൻ തോന്നിപ്പോവും. കാരണം പോൾ ഫ്രീ സെക്ഷനൊക്കെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ റെയറാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ ഈ റൂട്ടല്ലാതെ വേറെ റൂട്ട് ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഉണ്ടാവില്ലായിരിക്കും മിക്കവാറും. കാരണം എല്ലായിടത്തും ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞല്ലോ. ഇന്ത്യൻ റെയിൽവേയിൽ 98% ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് കഴിഞ്ഞു. പിന്നെ നല്ല വെയിൽ ഇങ്ങനെ മുഖത്തൊക്കെ അടിക്കുകയാണ്, കണ്ണിനൊക്കെ തന്നെ അടിക്കുകയാണ്. അതുകൊണ്ട് പറയാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കഥപ്പും വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. നല്ല കാറ്റിന് കേട്ടോ ഇവിടെ. പുറത്തെന്തോ നല്ല ചെറിയ ചായക്കട പോലെയൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ പോയി ഒന്ന് നോക്കി നോക്കാം. മെയിൻ എൻട്രൻസ് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറെന്ന് തോന്നുന്നു. അതിൻ്റെ കുറച്ച് ഒരു സ്പീക്കറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ്റെ കമ്പികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പണി സ്റ്റാർട്ടായാലോ. പിന്നെ ഇവിടെ സ്റ്റേഷൻ്റെ ബിൽഡിങ് ഇതാണ്. ഇവിടെ വെയിറ്റിംഗ് ഹാള് കാര്യങ്ങളൊന്നും ഇല്ല. ഈ കാണുന്ന വെയിറ്റിംഗ് ഹാളാണോ? അതല്ല, അതെന്തോ ഒരു റൂമാണ്. വെയിറ്റിംഗ് ഹാള് ഇല്ലയെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. സബ്വേ ആണ്. നമുക്ക് സബ്വേ ഇറങ്ങി ഡയറക്റ്റ് മെയിൻ എൻട്രൻസ് ഭാഗത്തേക്ക് തന്നെ വരാം. പ്ലാറ്റ്ഫോം നമ്പർ 1 കയറാതെ തന്നെ. പിന്നെ ഈ കാണുന്ന കമ്പിയൊക്കെ ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഒരു ഷെൽട്ടർ പണിയാൻ വെച്ച ഒരു സാധനമാണ്. ഇവിടെ മുന്നിൽ തന്നെ ആയിട്ട് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. സിംഗന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് മെയിൻ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നോക്കിയാൽ ഒരു കടകളോ ഒരു വസ്തു ഒന്നും തന്നെ ഇല്ല ഇവിടെ. പക്കാ ഗ്രാമീണ പ്രദേശം. എന്താ അവിടെ 2 കടയുണ്ട്. അങ്ങ് അവിടെ കാണുന്ന 2 കട അല്ലാതെ വേറൊരു സാധനമില്ല ഇവിടെ. പക്കാ ഗ്രാമീണ കാഴ്ചകൾ. എന്താ അവിടെ ട്രാക്ടറായിട്ട് എന്തൊക്കെയോ പണിയുണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ വരാട്ടാ. കാരണം ഇപ്പോൾ സമയം 11:20. ഇനി ഇവിടെ 3 മണിക്കൂർ ഇവിടെ പോസ്റ്റാണ്. 2:30 ഹുബളി പാസഞ്ചറിന് ഹുബളിയിലേക്ക് പോകാനാണ് പ്ലാൻ. ഇതാണ് സിംഗന്നൂർ ടൗൺ. ആ ഭാഗത്തേക്ക് പോകുന്ന വഴി. ടൗൺ ഉണ്ടോ എന്നറിയില്ല. ടൗണൊന്നും ഉണ്ടാവില്ല. ഇത് പക്ക ഗ്രാമമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കട മാത്രമേ ഇവിടെ ഇല്ലൂ, 2 കട. പിന്നെ ഗ്രാമീണ പ്രദേശമായാലും എന്ത് പാൻ പരാഗിനും തമ്പാക്കിനൊന്നും ഒരു കുറവുമില്ല ഇവിടെ. അതൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ വെക്കല്ലേ ചേച്ചി. ഒരു ചേച്ചി എന്ന് അവിടെ ഉള്ളേ. അതൊന്നും ഇവിടെ വെക്കല്ലേ. ബംഗാളികൾ വാങ്ങും, കഴിക്കും, ആ സ്റ്റേഷനിൽ പോയിട്ട് കൊണ്ട് തുപ്പിയിടും. പിന്നെ സ്റ്റേഷന് വൃത്തി കിടക്കും. ഇപ്പം നല്ല വൃത്തിയുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇവിടെ വന്നപ്പോൾ തൊട്ട് നല്ല കാറ്റാണ്. ശരിക്കും പെട്ടുപോയി ഗൈസ്. കടയുണ്ടായിട്ട് എന്ത് കാര്യം. ഇവിടെ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നില്ല. ഹിന്ദിയും അറിയുന്നില്ല ഇവർക്ക്, ഇംഗ്ലീഷും അറിയുന്നില്ല. ഏത് ഭാഷ ഞാൻ സംസാരിക്കുക. ഇവർ കന്നഡ ഏതോ ഒരു ഭാഷയിൽ സംസാരിക്കുക. എന്ത് വാങ്ങിക്കാൻ വരെ പറ്റുന്നില്ല. എൻ്റെ അവസാനം എന്തൊക്കെയോ പറഞ്ഞൊരു 3 ബിസ്ക്കറ്റ് വാങ്ങിച്ചെടുത്തു. വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയ്ക്ക് ഒരു വീഡിയോ നമ്മൾ അരിച്ചിക്കരയിൽ നിന്ന് സിംഗന്നൂരിലേക്ക് വന്നൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിക്കുന്നു. ഈ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് ബിസ്ക്കറ്റ് അവിടെ എവിടെയും പോയിരുന്ന് കഴിക്കാം.
അങ്ങ് അവിടെ കുറേ ആടുകളെ കാണാം. ആടിനെ മേയ്ക്കാൻ ഒരു ചേട്ടനും അങ്ങ് അവിടെ ഇരിക്കുന്നുണ്ട് മരത്തിൻ്റെ അടിയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തോട്ട് വന്നതാണ്. പിന്നെ അത് അവിടെ സിന്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു വഴിയിലൂടെ എങ്ങനെയാണ് നടത്തി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇവിടുന്ന് സിന്തന്നൂറിന് ഹുബളിക്ക് വന്നൊരു പാസഞ്ചറിലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഈ വീഡിയോയിൽ നിന്ന് ബൈ.